Hello, welcome back to my channel. You're watching Anecdotista and this is Aisha. If you are here for the first time, subscribe ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് പുതിയൊരു ബുക്ക് റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ ബുക്കിൻ്റെ പേര് മഞ്ഞ് രാജകുമാരി. ആക്ച്വലി ഇത് ഒരു തർജ്ജമ ചെയ്ത സാധനമാണ്. കമീല ലക്ബറിയുടെ മഞ്ഞ് രാജകുമാരി, പരിഭാഷ ശ്രീദേവി വടക്കേടത്ത്. ഒറിജിനലി ഐസ് പ്രിൻസസ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ആൻഡ് ഓവർ 30 മില്യൺ ബുക്സ് സോൾഡ്. എൻ്റെ കയ്യിലിരിക്കുന്ന കോപ്പിയിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഷീസ് എ വെരി പോപ്പുലർ ഓതർ ആക്ച്വലി. പക്ഷേ ഇതിൻ്റെ മലയാളം ഞാൻ ഇങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം ഇൻസ്റ്റഗ്രാമിൽ 6 പ്ലാൻ ബുക്സ് എന്ന് പറയുന്ന ഒരു പേജിൻ്റെ ആൾ മെസ്സേജ് അയക്കുന്നത്, ദാറ്റ് ഒരു റിവ്യൂ കോപ്പി അയച്ചു തരാം, വുഡ് യു ലൈക്ക് ടു റിവ്യൂ ദി ബുക്ക് എന്ന് ചോദിച്ചിട്ട്. ആൻഡ് അങ്ങനെ കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ബുക്ക്. 596 റുപ്പീസാണ് ഈ ബുക്കിന്. ഇവർ സ്വീഡിഷ് ബുക്സൊക്കെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ആൻഡ് കുറേ അധികം ബുക്സ് ഇവരുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. സോ നിങ്ങൾക്ക് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ബുക്സ് ട്രാൻസ്ലേറ്റഡ് വേർഷൻസ് വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു പേജാണ് 6 പ്ലാൻ ബുക്സ്. ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്. ആൻഡ് www.6aplanbooks.com അതാണ് വെബ്സൈറ്റ്. അപ്പോൾ ഈ ബുക്കിൽ 480 പേജസ് ഉണ്ട്. ഇതൊരു ക്രൈം ത്രില്ലറാണ്. ഭയങ്കര കൗതുകം തോന്നിക്കുന്ന ഒരു ക്രൈം ത്രില്ലറാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഗേൾസ് ഹോളി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ വെച്ചിട്ട് ഞാൻ വായിക്കാൻ തുടങ്ങിയതാണ്. ഈ ട്രിപ്പിൻ്റെ മോഡിലും എനിക്ക് ഇതൊന്ന് തീർക്കണം, ഇത് ഇനിയും വായിക്കണം, ആ ഒരു സാധനമൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് കുറച്ച് ദിവസങ്ങളായി കൂടെ ഉണ്ടായിരുന്നു. കാരണം 480 പേജസ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു റീഡ്. പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പ്രയാസമാണ്. കാരണം അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യണം, അതിൻ്റെ ഇടയിൽ പല പല കാര്യങ്ങളും നടത്തണമല്ലോ. ആൻഡ് ഇത് തീരുന്നവരെ വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി തന്ന സാധനമാണ്. ആൻഡ് ഇറ്റ്സ് അബൌട്ട് എറിക്ക ഫാൽക്കി എന്ന് പറയുന്ന ഒരു ആളുടെ, എറിക്ക ഫാൽക്കി എന്ന് പറയുന്ന കുട്ടിയുടെ കഥയാണ്. അപ്പം പുള്ളിക്കാരി നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആളുടെ ഫ്രണ്ട് മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് അറിയുന്നത്. അപ്പം ഓൾറെഡി ഒരു ദുരന്തം കഴിഞ്ഞു. ഹർ പേരൻസ് ആർ ഓൾറെഡി ഡെഡ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ദുരന്തം കൂടി ആളെ കാത്തിരിക്കുന്നത്. അപ്പോൾ വാട്ട് റിയലി ഹാപ്പൻ ടു ഹർ ഫ്രണ്ട്, അതാണ് ഇതിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ ഓരോ കണ്ടെത്തലുകളും അതുപോലെ തന്നെ ഈ യാത്രയിൽ കൂടെ കൂടുന്ന പാട്രിക് എന്ന് പറയുന്ന ആളും ഒക്കെ ഭയങ്കര രസമായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നമുക്ക് തരുന്ന എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ആൻഡ് അവരുടെ യാത്ര ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള യാത്രയാണ്. നമുക്ക് ആവശ്യത്തിന് പേടി തരും, ആവശ്യത്തിന് ഞെട്ടലുകൾ തരുന്നു, ആവശ്യത്തിന് കൗതുകവും ഒക്കെ തരുന്ന എല്ലാം കൂടിയുള്ളൊരു വളരെ നല്ലൊരു പുസ്തകമാണ്. നിങ്ങൾക്ക് യൂഷ്വലി എന്താണ് ട്രാൻസ്ലേറ്റഡ് വേർഷൻസ് ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിൽ പോലും ഇത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ശ്രീദേവി വടക്കേടത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. യൂഷ്വലി ഈ ഒരു ട്രാൻസ്ലേറ്റഡ് വേർഷൻസ് എനിക്ക് അത്ര രസമായിട്ട് തോന്നാറില്ല. കാരണം ഇംഗ്ലീഷൊക്കെ ട്രാൻസ്ലേറ്റഡ് വേർഷൻസ് വായിച്ചിട്ടുണ്ട് മുന്നേ. അപ്പം എനിക്ക് ഭയങ്കര ഇതെന്താണ് മറ്റേ കൈരളി TV വേറെ മൂവീസ് മലയാളം ഡബ്ഡ് വരുന്ന ഒരു ഫീൽ കിട്ടാറുണ്ട്. പക്ഷേ ഇത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് നല്ല രസമുണ്ട്. പിന്നെ കുറച്ച് വലിയ പുസ്തകമാണ്, അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ടേക്ക് ടൈം. വായിക്കുന്നവർക്ക് 450 പേജൊക്കെ സിമ്പിളാണ്. പക്ഷേ ഈവൻ ദോ വായിക്കാത്തവരാണെങ്കിലും യു ക്യാൻ ടേക്ക് എ ബ്രേക്ക് ആൻഡ് വായിച്ച് നോക്കാം പയ്യെ. അപ്പം ഞാൻ ബാക്ക് കവർ വായിക്കാം കേട്ടോ. മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം ജന്മവീട്ടിലേക്ക് തിരിച്ചെത്തുന്ന എറിക്ക ഫാൽക്കിനെ കാത്തിരുന്നത് തൻ്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരിയായ അലക്സിൻ്റെ ആത്മഹത്യയായിരുന്നു. എന്നാൽ കൂടുതൽ അന്വേഷണത്തിൽ തെളിഞ്ഞു അതൊരു കൊലപാതകമായിരുന്നുവെന്ന്. സത്യമറിയാനായി തീരുമാനിച്ച എറിക്കയ്ക്ക് കൂട്ടായി ഡിറ്റക്റ്റീവ് പാട്രിക് ഹെഡ്സ്ട്രോമുമുണ്ട്. സ്കാൻഡിനേവിയയിലെ ആ കടലോര ഗ്രാമം പുറമേക്ക് കാണുന്നത് പോലെ അത്രയ്ക്ക് ശാന്തമല്ലെന്ന് ഉടനെ വ്യക്തമായി. ക്രൂരസത്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വരുന്നു. നിഗൂഢതകൾക്ക് മേൽ പതുക്കെ വെളിച്ചം വീണു തുടങ്ങുന്നു. ഏത് ഭയങ്കര രഹസ്യവും പൂർണ്ണമായും ഒളിച്ചു വെക്കാനാവില്ലെന്നും മൗനം ആത്മാവിനെ ഹനിക്കുന്നതെങ്ങനെയെന്നും ഈ ക്രൈം മാസ്റ്റർ പീസ് കാണിച്ചു തരുന്നു. കമീല ലക്ബറിയുടെ ഈ അന്താരാഷ്ട്ര ബെസ്റ്റ് സെല്ലറിന് മലയാള പരിഭാഷ എഴുതിയിരിക്കുന്നത് നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ശ്രീദേവി വടക്കേടത്താണ്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്
ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ വായിച്ചപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഉപേക്ഷിക്കപ്പെട്ടതുപോലെ വിജനവും ശൂന്യവുമായിരുന്നു ആ വീട്. ഭയങ്കര നല്ല ഓതേഴ്സിൻ്റെ ഫസ്റ്റ് ലൈൻസ് ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ അകത്ത് എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഏത് വീട്, എന്താണ് അവിടെ സംഭവിച്ചത്, അങ്ങനത്തെ പല പല ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ കിട്ടും. അപ്പം ഈ ബുക്ക് പറ്റുന്നവരൊക്കെ വായിച്ചു നോക്കുക. ക്രൈം ത്രില്ലേഴ്സും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ് കമീല ലക്ബറിയുടെ മഞ്ഞ രാജകുമാരി. ഒറിജിനൽ വേർഷൻ വായിക്കണം എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾസോ അവൈലബിൾ വേൾഡ് വൈഡ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.